ഗുരുവോം തത്സത്. നാരായണ ഗുരുകുല പരമ്പരയ്ക്ക് പ്രണാമം. മഹാഗുരുവിൻ്റെ ശിവശതകത്തിന് പൂജനീയ ഗുരു മുനിനാരായണ പ്രസാദ് രചിച്ച വ്യാഖ്യാനം. മന്ത്രം 7. ഓം ചെറുപിറ ചെഞ്ചിടയിങ്കൽ ആറുമേറും തിറമിയലും ഭണിമാലയും ത്രിപുണ്ട്രക്കുറികളും അമ്മദനൻ ദഹിച്ച കണ്ണും പുരികവുമെന്നും എനിക്കു കാണണം മേ. ചെഞ്ചിടയിങ്കൽ ചെമപ്പ് നിറമുള്ള ജടക്കെട്ടിൽ ചെറുപിറ, ചെറിയ പിറയും അല്ലെങ്കിൽ ചന്ദ്രക്കലയും ഒപ്പം ആറുമേറും നദിയും കയറി സ്ഥാനം പിടിച്ചിരിക്കുന്നതും തിറമിയലും സാമർഥ്യവും ഭംഗിയും വർദ്ധിച്ച നിലയിലുള്ള ഭണിമാലയും പാമ്പാകുന്ന മാലയും ത്രിപുണ്ട്രക്കുറികളും 3 വരകളായി നെറ്റിയിലിട്ടിരിക്കുന്ന ഭസ്മക്കുറിയും അമ്മദനൻ ദഹിച്ച കണ്ണും കാമദേവൻ വെന്തുപോകാനിടയായ ആ കണ്ണും തേ പുരികവും നിന്റെ പുരികവും എന്നും എനിക്കു കാണണം, നിത്യവും എനിക്ക് കണ്ടുകൊണ്ടിരിക്കണം. ചന്ദ്രകലയും ഗംഗാനദിയും കയറി സ്ഥാനം പിടിച്ചിരിക്കുന്ന ചെഞ്ചിടയും സാമർഥ്യവും ഭംഗിയും ഒരുമിച്ച് വർദ്ധിച്ച മാതിരിയുള്ള സർപ്പമാലയും ഭസ്മം കൊണ്ട് നെറ്റിയിൽ വരച്ചിരിക്കുന്ന 3 കുറികളും കാമദേവൻ ദഹിച്ചു പോകാനിടയായ ആ കണ്ണും നിന്റെ പുരികവും എന്നും എനിക്ക് കാണുമാറാകണം. നിന്റെ ചെഞ്ചിടയിലാണ് ചന്ദ്രക്കലയും ഗംഗാനദിയും ഒരേ സമയം സ്ഥാനം പിടിച്ചിരിക്കുന്നത്. ജഡ തപസ്സിൻ്റെ പ്രതീകമാണ്. തപസ്സിൻ്റെ തീവ്രതയെ കാണിക്കുന്നതാണ് അതിൻ്റെ ചുമപ്പ് നിറം. തപോനിഷ്ഠ കൊണ്ട് തെളിഞ്ഞു പ്രകാശിക്കാനിടയാകുന്ന അറിവിനെ കുറിക്കുന്നതാണ് ചന്ദ്രകല. അറിവ് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വരമാണ്. ഒപ്പം അനിവാര്യമായ മറ്റൊന്നാണ് ജീവിതത്തിൻ്റെ നിലനിൽപ്പിനാവശ്യമായ അന്നവസ്ത്രാദികൾ. അതിൻ്റെ സമൃദ്ധി ജലത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനെ സൂചിപ്പിക്കുന്നതാണ് ഗംഗ. ഗംഗയുടെ സ്ഥാനവും ശിവന്റെ തലയിൽ തന്നെ. ത്യാഗം കൊണ്ടും തപസ്സുകൊണ്ടും അത്യുദാത്തമായ അറിവ് ലഭിക്കുന്നതോടൊപ്പം നിലനിൽപ്പിനാവശ്യമായ വിഭവങ്ങളും അനായാസം ലഭിച്ചുകൊണ്ടിരിക്കും എന്നതിൻ്റെ സൂചനയാണ് നിന്റെ ജടയിൽ ചന്ദ്രനും നദിയും ഒരേ സമയം കയറി സ്ഥാനം പിടിച്ചിരിക്കുന്നുവെന്ന കൽപ്പന. വിഗ്രഹഭാഷയിൽ കാലത്തിൻ്റെ പ്രതീകമാണ് പാമ്പ്. വളഞ്ഞു പുളഞ്ഞുള്ളതാണല്ലോ പാമ്പിൻ്റെ ഗതി. ആർക്കും മുൻകൂട്ടി നിർണയിക്കാനാവുകയില്ല അതെങ്ങോട്ട് മാറി മറിഞ്ഞു പോകുമെന്ന്. അതുതന്നെയാണ് കാലത്തിൻ്റെയും സ്വഭാവം. അനിശ്ചിതത്വം നിറഞ്ഞ കാലത്തെ സ്വന്തം സത്തയ്ക്ക് അലങ്കാരമാക്കി തീർക്കുന്നവനാണ് നീ. അതായത് കാലത്തെ സ്വന്തം വരുതിക്ക് നിർത്താതെ കാലത്തിൻ്റെ ഗതിക്കനുസരിച്ച് സ്വന്തം ജീവിതത്തെ സ്വതന്ത്രമായി വിട്ടുകൊടുക്കുമ്പോഴാണ് ജീവിതത്തിൽ പിരിമുറുക്കങ്ങളില്ലാതായി സ്വസ്ഥത അനുഭവപ്പെടുന്നത്, ജീവിതം ശിവമയമായി തീരുന്നത്. അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ ഉറയ്ക്കുമ്പോൾ നമ്മളും ഭണിയെ മാലയാക്കിയ ശിവന്മാരായി തീരും. നിന്റെ നെറ്റിയിൽ ഭസ്മം കൊണ്ട് വരയ്ക്കുന്ന 3 വരകളെയാണ് ത്രിപുണ്ട്രം എന്ന് വിളിക്കുന്നത്. സത്വം, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെ ചുട്ടുകരിച്ച് അതിൻ്റെ ഭസ്മമാണ് നെറ്റിയിൽ 3 വരകളായി നീട്ടിരിക്കുന്നതെന്നാണ് സങ്കല്പം. ഗുണങ്ങൾക്ക് വിധേയമായ ലോകത്തെ ജയിച്ച് ഗുണാതീതനായി തീരണം എന്ന സന്ദേശമാണ് ഇതിലുള്ളത്. നിന്റെ 3ാം കണ്ണായ ജ്ഞാനമാണ് കാമദേവനെ ദഹിപ്പിച്ചത്. കാമത്തിൻ്റെ പ്രലോഭനങ്ങളെ നേരിടാനും ജയിക്കാനും വിവേകമെന്ന ആയുധമല്ലാതെ മറ്റൊന്നില്ല. ആ വിവേകത്തിനുറവിടമായ ജ്ഞാനം നമ്മിൽ നമ്മുടെ സ്വരൂപമായി എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം. അറിയാത്തതുകൊണ്ട് ആ ജ്ഞാനനേത്രമെന്നും നമ്മിൽ അടഞ്ഞു തന്നെയാണ് ഇരിക്കുന്നത്. ഇത് മനസ്സിലാക്കി ജ്ഞാനനേത്രം കണ്ടെത്തി അത് തുറന്ന് നമ്മെ പ്രലോഭിപ്പിക്കുന്ന കാമങ്ങളെ ചുട്ടുദഹിപ്പിക്കണം. കാമമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. മുഖത്തിൻ്റെ സൗകുമാര്യം പ്രകടമാക്കുന്നതിൽ വലിയ പങ്കുള്ള ഒരു അവയവമാണ് പുരികം. ഭാവങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ പുരികത്തിനുള്ള സ്ഥാനവും പ്രധാനമാണ്. ഭാവങ്ങൾ മാറി മാറി വരും. സൗകുമാര്യത്തിൻ്റെ കഥയും അങ്ങനെ തന്നെ.
മാറി മാറി വരുന്ന ഭാവങ്ങളും സൗകുമാര്യവും നിന്റെ ഒരേ മുഖത്തു നിന്ന് തന്നെയാണ് വരുന്നത്. അതുപോലെ ജീവിതത്തിലും ഭാവങ്ങൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും. സൗകുമാര്യത്തിനും ഏറ്റക്കുറവുകൾ ഉണ്ടാകും. അപ്പോഴെല്ലാം ഇതൊക്കെ സംഭവിക്കുന്നത് മാറ്റമില്ലാതെ നിൽക്കുന്ന ഒറ്റ സത്യത്തിലാണ്, നിന്നിലാണ് എന്നറിയുകയും ആ നിന്നിൽ നിന്നും വേറല്ല ഞാൻ എന്ന് ദർശിക്കുകയും ചെയ്യണം. അപ്പോൾ നിന്റെ പുരികം നേരിട്ട് കണ്ട അനുഭവം ഓരോരുത്തർക്കും കൈവരും. ചുരുക്കത്തിൽ ഇവിടെ വർണ്ണിച്ചിരിക്കുന്ന ഓരോന്നും കേവലം ആരാധനാമൂർത്തിയായ നിന്റെ സവിശേഷതകളായി കണ്ടാൽ പോരാ, ശിവമയമായ സത്യം വടിവാർന്നിരിക്കുന്ന നമ്മുടെ തന്നെ സവിശേഷതകളായി കാണണം. അങ്ങനെയുള്ള കാഴ്ചയാണ് ജീവിതത്തെ അർത്ഥവത്താക്കി തീർക്കുന്ന ശിവദർശനം. ഗുരു ഓം തത്സത്.